ടൈമിംഗ് ചെയിൻ്റെ അഡ്ജസ്റ്റർ വലിഞ്ഞ് ചെയിൻ പാഡ് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ ചെയിൻ്റെ കണ്ടോ, ഇത് കണ്ടോ ഗൈഡിൽ വരുന്ന പാഡ് കണ്ടോ, ഇത് പൊട്ടി മാറിയിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടി ഓടിയിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിംഗ് ചെയിൻ പൊട്ടി എഞ്ചിൻ പണി ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ക്യാം ഷാഫ്റ്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ വാൽവുമായിട്ട് ഹെഡ് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ഒരു ഏകദേശം എഞ്ചിൻ പണി ചെയ്തെടുക്കുക 70-80,000 രൂപ മൊത്തത്തിൽ കോസ്റ്റ് ആവും. അപ്പോൾ ഇപ്പോൾ കണ്ടതുകൊണ്ട് പറ്റിയതായി കാണുന്ന ഗൈഡ് പൊട്ടിയിരിക്കുകയാണ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ ഈ ചെയിൻ്റെ പാഡാണ് പൊട്ടി മൊത്തത്തിൽ ഓയിലില്ലാതെ അരഞ്ഞു പോയി പൊട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, പേപ്പർ കനം പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ മാനിഫോൾഡിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ, ഇത് മൊത്തം പായസം പോലെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംഭവം എന്ന് പറഞ്ഞാൽ ടാർ പോലെ ഉരുവി ഈ എഞ്ചിൻ ഓയിൽ കാർബൺ ഡെപ്പോസിറ്റിനോട് എഞ്ചിൻ ഓയിൽ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാം. കണ്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ ചെയിൻ നോയ്സ് ഒരുപാടുണ്ട്. സംഭവം നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കിയപ്പോൾ ഓയിലില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. SN ഓട്ടോമൊബൈൽസ് ടെക് ബ്ലോഗിലെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇത് 2015 സിയാസ്. അപ്പോൾ ഈ ഒരു വാഹനം ഡീസൽ വേരിയൻ്റാണ്. ഇത് സാധയാണ് കേട്ടോ, അത് നമ്മൾ ഹൈബ്രിഡ് അല്ല, സാധയാണ്. അപ്പോൾ ഇതിൽ 1.3 വരുന്ന ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ടൈമിംഗ് ചെയിൻ മാറാനായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഇല്ലാതെ നല്ല രീതിക്ക് ടൈമിംഗ് ചെയിൻ സൗണ്ടായി. എന്ന് വെച്ചാൽ ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ സൗണ്ട് കൂടുതലായി. അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ ഇതുവരെ മാറിയിട്ടില്ല. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ഒന്ന്. സ്റ്റാർട്ട് ചെയ്തോ. കണ്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ ചെയിൻ നോയ്സ് ഒരുപാടുണ്ട്. സംഭവം നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കിയപ്പോൾ ഓയിലില്ല. ഓയിൽ ലീക്കായി പോയാണ്, ഓയിലില്ലാതെ ഓടിയാണ് സംഭവം ഈ ഒരു ടൈമിംഗ് ചെയിൻ നോയ്സ് വന്നത്. അപ്പോൾ നമുക്ക് ടൈമിംഗ് ചെയിൻ ഒരുപാട് വലിഞ്ഞെന്നാണ് തോന്നുന്നത്. ടൈമിംഗ് ചെയിൻ മാറണം, ഓയിൽ ലീക്ക് മാറ്റണം. അതിനോടൊപ്പം EGR ക്ലീനിങ് ഉണ്ട്. വണ്ടി ഓഫ് ചെയ്തോ. അങ്ങനെ ടൈമിംഗ് ചെയിൻ നോയ്സ് ഉണ്ട്, ടൈമിംഗ് ചെയിൻ മാറണം. നമ്മൾ ഇതിൽ ഓയിൽ സ്റ്റിക്ക് ഊരി ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓയിലിൻ്റെ അളവ് വളരെയധികം കുറവാണ് കേട്ടോ. ഓയിൽ എവിടെയും ലീക്കായി പോയിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്ക് ഊരി നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓയിലിൻ്റെ അളവ് വളരെയധികം കുറവാണ്. എന്ന് വെച്ചാൽ ഓയിലില്ലാതെയാണ് ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരുന്നത്. ഓയിലുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ 3.5 ലിറ്റർ ഓയിൽ വരേണ്ടടുത്ത് ഏകദേശം ഒരു 1/2 ലിറ്ററോ 3/4 ലിറ്ററോ ഓയിൽ മാത്രമേ ഉള്ളൂ. ഈ സ്റ്റിക്കിൽ കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് ചോർത്തി നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ ഇപ്പുറത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കും. പക്ഷേ ഈ സൈഡിൽ ഓയിലിൻ്റെ അംശമില്ല. ഓയിലില്ലാതെ ചെയിൻ നോയ്സ് വന്നതാണ്. ഒരു കാരണവശാലും എഞ്ചിൻ ഓയിൽ ഇല്ലാതെയും കൂളൻ്റ് വാട്ടർ ഇല്ലാതെയും നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി ഓടരുത്. ഓയിൽ ഇൻഡിക്കേറ്റർ കത്തിയാൽ നിങ്ങൾ അപ്പം തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്ത് ഓടുക. പിന്നെയെന്ന് പറഞ്ഞാൽ കൂളൻ്റ് ലെവലും അതുപോലെ തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തിയിട്ടില്ല. എന്നാലും കസ്റ്റമർ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇതാണ് വിഷയം. അപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വാഹനത്തിൻ്റെ അടിസൈഡിൽ ഓയിൽ മൊത്തം ലീക്കായി പടർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇത് ടൈമിംഗ് ചെയിൻ ഇതുവരെ മാറിയിട്ടില്ല. ടൈമിംഗ് ചെയിൻ എല്ലാം നമുക്ക് മാറ്റണം. ഓയിൽ നല്ല രീതിക്ക് ലീക്കാണ്. എന്ന് വെച്ചാൽ ടൈമിംഗ് കവറിൽ കൂടി ഓയിൽ ഒലിച്ച് ലീക്കായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫ്ലാഞ്ച് ഓയിൽ സീൽ പോയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കാര്യങ്ങളെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇളക്കിയെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ടൈമിംഗ് കവർ ഇളക്കി നോക്കിയപ്പോൾ അഡ്ജസ്റ്റ് ഒരു ലോഡാണ് തേഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ടൈമിംഗ് ചെയിന് ഓയിലില്ലാതെ നല്ല രീതിക്ക് തേയ്മാനം കൂടി അഡ്ജസ്റ്റ് താണ്ട ഇത്രത്തോളം ചെയിൻ ലൂസായി വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ അറിയാൻ പറ്റും. ഉണ്ടോ ചെയിന് നല്ല ലൂസായിപ്പോയി, അഡ്ജസ്റ്റ് നല്ല ലൂസാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഓടിയിരുന്നെങ്കിൽ ചെയിന് ഒന്നുകിൽ പൊട്ടിയനെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാം ഒടിയാൻ സാധ്യതയുണ്ട്. ക്യാം ഷാഫ്റ്റ് ഒടിയും. എന്ന് വെച്ചാൽ ചെയിന് വലിഞ്ഞ് പിന്നെ വർക്കാവാതെ വരുന്ന ആ ഒരു സമയത്ത് ടൈമിംഗ് ചെയിൻ്റെ അഡ്ജസ്റ്റർ വലിഞ്ഞ് ചെയിൻ പാഡ് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ ചെയിൻ്റെ കണ്ടോ, ഇത് കണ്ടോ ഗൈഡിൽ വരുന്ന പാഡ് കണ്ടോ, ഇത് പൊട്ടി മാറിയിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടി ഓടിയിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിംഗ് ചെയിൻ പൊട്ടി എഞ്ചിൻ പണി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ക്യാം ഷാഫ്റ്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ വാൽവുമായിട്ട് ഹെഡ് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ഒരു ഏകദേശം എഞ്ചിൻ പണി ചെയ്തെടുക്കുക 70-80,000 രൂപ മൊത്തത്തിൽ കോസ്റ്റ് ആവും. അപ്പോൾ ഇപ്പോൾ കണ്ടതുകൊണ്ട് പറ്റിയതായി കാണുന്ന ഗൈഡ് പൊട്ടിയിരിക്കുകയാണ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ ഈ ചെയിൻ്റെ പാഡാണ് പൊട്ടി മൊത്തത്തിൽ ഓയിലില്ലാതെ അരഞ്ഞു പോയി പൊട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, പേപ്പർ കനം പോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന കട്ടി വരും. എന്ന് വെച്ചാൽ ഒരു ബ്രാക്ക് ഷൂവിൻ്റെ ഒരു കട്ടി തിക്നെസ് വരും ബാക്കിൽ വരുമ്പോൾ. അപ്പോൾ അത് തേഞ്ഞ് തീർന്ന് പേപ്പർ കനം പോലെ ആയിട്ടുണ്ട് കേട്ടോ. പേപ്പർ കനം പോലെ ആയി അവിടെ വെച്ച് പൊട്ടി ആണ് ഈ ഒരു സൗണ്ട് നോയ്സും വന്നത്. കുറച്ചുകൂടി ഓടിയിരുന്നെങ്കിൽ ഇത് കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട്. സൗണ്ട് കേട്ടോടനെ വന്നു, ഓയിലില്ലാതെ ഓടിയാണ് ഈ ഒരു വിഷയം വന്നത്. നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ മാറുന്നത് സ്വിഫ്റ്റ്, എർട്ടിഗ, അതുപോലെ തന്നെ സിയാസ്, ബലേനോ, അതുപോലെ ബ്രസ, ഇതെല്ലാം സെയിം ആണ് കേട്ടോ. പിന്നെ ഹൈബ്രിഡ് വണ്ടിയിൽ ഹൈബ്രിഡ് ISG മോട്ടർ ഇളക്കിയാലേ നമുക്ക് മാറാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇത് ഹൈബ്രിഡ് അല്ല, സാധയാണ്. നമുക്ക് അടിയിൽ ഓൾട്ടർനേറ്ററൊന്നും നമുക്ക് ഇളക്കേണ്ട കാര്യമില്ല. ബെൽറ്റ് മാറണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇളക്കിയാലേ നമുക്ക് ടൈമിംഗ് ചെയിൻ മാറാൻ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ വാട്ടർ പമ്പ് ഇളക്കണം. വാട്ടർ പമ്പ്, അതുപോലെ തന്നെ എൻജിൻ മൗണ്ടിങ്, എൻജിൻ പുള്ളി, ബെൽറ്റ് ടെൻഷനർ, ബെൽറ്റ്, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന വാട്ടർ പമ്പ് യാതൊരുവിധ പ്രോബ്ലം ഇല്ല, ടെൻഷനർ കുഴപ്പമില്ല. പിന്നെ ഫ്ലാഞ്ച്, ഓയിൽ സീല്, ബെൽറ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിന് ചേഞ്ച് ചെയ്യേണ്ടത്. EGR-ലുള്ള കരിയും കാര്യങ്ങളും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ EGR കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കരിയുണ്ട്. കണ്ടോ, മൊത്തം ബ്ലോക്കഡാണ്. കാർബൺ ഡെപ്പോസിറ്റ് കയറി അടഞ്ഞ് ബ്ലോക്കായിരിക്കുകയാണ്. നമ്മൾ ടൈമിംഗ് ചെയിൻ EGR 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ ഏതൊരു വാഹനത്തിനും നമ്മൾ വർക്ക് ടൈമിംഗ് ചെയിൻ മാറാൻ വന്നാൽ നമുക്ക് EGR കൂടെ ക്ലീൻ ചെയ്ത് പോകാൻ ലേബർ കുറയും, മൊത്തത്തിൽ ഒരുമിച്ചുള്ള വർക്ക് ആയതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അങ്ങനെ പറയും, ചെയ്യാൻ പറയും. പിന്നെ അതുകൊണ്ട് ഗൈഡ് പൊട്ടി ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ അരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ പമ്പിൻ്റെ സ്ക്രൂ അരഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബോഡി. അത് വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യും. ഇത് ഓയിലൊന്നും മാറാതെ ക്രാങ്ക് കേസ് എന്ന് വെച്ചാൽ ഇത് കാർബൺ ഡെപ്പോസിറ്റ് മൊത്തം അടഞ്ഞൊരു സ്ലഡ്ജ് കൂടിയിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിന്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ വരുന്ന ഓയിൽ സീലെല്ലാം മാറി കറക്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. പിന്നെ സർവീസ് വർക്കുണ്ട്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, EGR വാൽവിലുള്ള കരുതുണ്ടോ, ഇത് മൊത്തത്തിൽ ബ്ലോക്കഡാണ് കേട്ടോ. ഇത് മൊത്തം ബ്ലോക്കായി വണ്ടി വലിക്കുന്നില്ല എന്നൊരു അവസ്ഥയാണ്. ബ്ലാക്ക് സ്മോക്കും അതുപോലെ തന്നെ ടർബോ ചെറിയൊരു വിഷയമുണ്ട്. അത് ഇൻ്റർകൂളറൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യണം. ടർബോ നമുക്ക് ഇളക്കണം എന്തായാലും. ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വലിക്കുന്നില്ല. ടർബോയുടെ ഈ ഒരു ആക്ച്വേറ്ററുണ്ടോ, അതുകൊണ്ട് ഈ കാണുന്ന വേരിയബിൾ ജോമെട്രി വർക്കാവാതെ ഈ ആക്ച്വേറ്റർ സ്റ്റക്കായിരിക്കുകയാണ്, വർക്കാവുന്നില്ല. നമ്മളെല്ലാ ലൈനും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് ഇതാണ് കണ്ടത്. നമുക്ക് ഈ ടർബോ കൂടി ഇളക്കി സർവീസ് ചെയ്യണം. എന്താണ് നോക്കണം, വേരിയബിൾ ജോമെട്രി വർക്കാവാതെ വണ്ടി വലിക്കാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് മാനിഫോൾഡ് നമുക്ക് ഇളക്കണം. മാനിഫോൾഡ് കരി കയറി അടഞ്ഞ് ബ്ലോക്കായിട്ട് മൊത്തത്തിലിരിക്കുകയാണ്. ഈ ടർബോ എന്ന് പറയുന്ന ഓയിലാണ് ഇതിനകത്ത് മൊത്തം കയറി ബ്ലോക്കായിട്ടുള്ളത്. നമുക്കെല്ലാ കാര്യങ്ങളും ഒന്ന് ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടൈമിംഗ് ചെയിനാണ് ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള വിഷയം. എന്ന് വെച്ചാൽ ഇത് 80,000 രൂപയുടെ വർക്ക് ലാഭിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു 11,000-12,000 രൂപയ്ക്ക് ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം ചെയ്ത് തീർക്കാം എന്നുള്ളതാണ്. അതിനോടൊപ്പം EGR ക്ലീനിങ്, സർവീസ് വർക്ക്, ഏകദേശം എല്ലാം കൂടി ഒരു 17 രൂപയ്ക്കകത്തുള്ള വർക്കുണ്ട് മൊത്തത്തിൽ, ലേബർ അടക്കം. പിന്നെ ഡീസൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, തെർമോസ്റ്റാറ്റും കൂടി ഉണ്ടെങ്കിൽ ഒരു 20 രൂപ ബഡ്ജറ്റ് ആവും. ഇതിനോടൊപ്പം ഒരുമിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ചോയ്സ് അനുവാദം വാങ്ങി നമുക്ക് ചെയ്യുന്നതായിരിക്കും മൊത്തത്തിൽ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻ്റർകൂളർ, അതായത് ഫ്രണ്ടിലായിട്ട് വരുന്ന ഇൻ്റർകൂളർ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ ക്ലീൻ ചെയ്യണം. എന്ന് വെച്ചാൽ കരി കയറി ബ്ലോക്കായി കഴിഞ്ഞാൽ എയർ ഫ്ലോ ഒരുപാട് കിട്ടത്തില്ല. സൈലൻസറിൽ കൂടുന്ന എയറിന് ബ്ലോക്കായിരിക്കും. അപ്പോൾ അതും നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലോക്കായി കഴിഞ്ഞാൽ എയർ പോവാതെ ഒരു ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ എൻജിൻ നല്ല ഫ്രീ ആവും. ഫ്രീ ആയിട്ട് വണ്ടി ഓടാം. മൈലേജ് അധികം ഒരുപാടുണ്ടാവും. എയർ കറക്റ്റ് കിട്ടിയാൽ മാത്രമേ എൻജിനിൽ ഡീസൽ നല്ലതുപോലെ ഒന്ന് ഫയറിങ് നടക്കത്തുള്ളൂ. പിന്നെ മൈലേജ് കറക്റ്റ് കിട്ടത്തുള്ളൂ, വണ്ടിയുടെ പുള്ളിങ് കൂടത്തുള്ളൂ. ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഓടിയൊരു വാഹനമാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഓയിലില്ലാതെയാണ് ഇത്രത്തോളം മെയിനായിട്ടും വലിഞ്ഞ് ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ഇത്രയും ആയത്. നമുക്കിത് ചെയിനൊക്കെ ഇളക്കി എല്ലാം സെറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന സ്പ്രോക്കറ്റ്, ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് സ്പ്രോക്കറ്റ്, 2 ഗൈഡ് അഡ്ജസ്റ്റർ, ടൈമിംഗ് കവർ പാക്കിങ്, ഫ്ലാഞ്ച് ഓയിൽ സീല്, പിന്നെ വാട്ടർ പമ്പ്, ബെൽറ്റ്, 3 ബോണ്ട് പേസ്റ്റ്, പശ ഉണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഇവിടെ വരുന്ന കൂളൻറ്റ് 3 ലിറ്റർ, അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, തെർമോസ്റ്റാറ്റ് വാൽവ്, ഇതെല്ലാം നമുക്ക് ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇളക്കി ക്ലീൻ ചെയ്തിട്ട് ചെയിനെല്ലാം പുതിയത് നമുക്ക് സെറ്റ് ചെയ്യാം. മാരുതിയുടെ ജെനുവിനായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കാം. മാനിഫോൾഡിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ഇത് മൊത്തം പായസം പോലെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംഭവം എന്ന് പറഞ്ഞാൽ ടാറ് പോലെ ഉരുവി ഈ എഞ്ചിൻ ഓയിൽ, കാർബൺ ഡെപ്പോസിറ്റും കൂടി എഞ്ചിൻ ഓയിൽ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പുതിയ ടൈമിംഗ് ചെയിനെല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. മാരുതിയുടെ ജെനുവിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജെനുവിനിലാണ് ഈ ചെയിനിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്ക് ഫ്രണ്ടിലോട്ട് വരണം. എഴുത്തുള്ള സ്പ്രോക്കറ്റെല്ലാം ഫ്രണ്ടിലോട്ട് തന്നെ വരണം. അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റ് നമ്മൾ മുടിക്കിയിട്ടുണ്ട്. അഡ്ജസ്റ്റർ മുടിക്കിയിട്ടുണ്ട്. 2 ഗൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് സ്പ്രോക്കറ്റ് ചെറുത് നമ്മൾ സെറ്റ് ചെയ്തു. ടൈമിംഗ് കവർ പാക്കിങ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. നമുക്ക് ടൈമിംഗ് ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ടൈമിംഗ് കവർ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനുശേഷം വാട്ടർ പമ്പ്, ബെൽറ്റ് ടെൻഷനർ, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്താലും വേറൊരു കാര്യം പറയേണ്ട കാര്യം, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എഞ്ചിൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് സമയത്തിന് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഓയിൽ കയറി വരാൻ കുറച്ച് ഡിലേ ഉണ്ടാകും. ആ ഒരു സമയത്ത് നമുക്ക് ബെൽറ്റ് ഈ ഒരു ചെയിനിൽ ലൂബ്രിക്കേറ്റിംഗ് നടക്കണം. ലൂബ്രിക്കേറ്റിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേയ്മാനം കൂടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഞ്ചിൻ ഓയിൽ കറക്റ്റ് ടൈമിങ്ങിൽ വെച്ച് നമ്മൾ ഒരു റൗണ്ട് ഒന്ന് കറക്കും. ഈ ഒരു ക്യാം ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പിസ്റ്റണിൽ വരുന്ന TDCയിലല്ല ഇത് ടൈമിങ് വരുന്നത്. 4 പിസ്റ്റൺ ഒരുപോലെ വരുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ടൈമിങ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ. അപ്പോൾ ക്യാം ഷാഫ്റ്റ് എത്ര വേണോ നമുക്ക് കറക്കാം. വാൽവ് ഒരു കാരണവശാലും ഇടിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് 2 റൗണ്ട് കറക്കി ഫ്രീ ആണോ എന്നൊക്കെ നോക്കി ഓയിലെല്ലാം ഈ ഒരു ഗൈഡിനകത്തുകൂടി നല്ല ഫിനിഷിങ്ങിൽ കറക്റ്റായിട്ട് പോകണം.
അപ്പോൾ അതെല്ലാം കറക്റ്റാണോ നോക്കി. അഡ്ജസ്റ്റിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഈ കാണുന്നതാണ്. ഇത്രേ വരാൻ പാടുള്ളൂ. നമുക്ക് 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടി തള്ളി വരും. ഓയിലില്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് തള്ളി നീങ്ങി വരുമ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടാവുന്നത്. ഇതെല്ലാം പരിഹരിക്കാനാണ് നമ്മൾ ടൈം എഞ്ചിൻ കമ്പനി തന്നെ 1,00,000 കിലോമീറ്ററിൽ മാറാൻ പറയുന്നത്. അപ്പോൾ 1,16,000 കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കുക. എഞ്ചിൻ ഓയിൽ കറക്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, കൂളൻ്റ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും സൗണ്ടോ നോയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയേണ്ട കാര്യം. നമ്മൾ ഒരുപാട് വണ്ടി ഇതുപോലെ ചെയിൻ മാറാതെ എഞ്ചിൻ പണിയായ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി 1,00,000 തന്നെ നിങ്ങൾ മാറാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓയിലൊക്കെ ഒഴിച്ച് ടൈമിംഗ് കവർ സെറ്റ് ചെയ്ത് വാട്ടർ പമ്പ്, ബെൽറ്റ് ടെൻഷനർ, എഞ്ചിൻ പുള്ളി ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫൗണ്ടേഷൻ വരുന്നത്, എഞ്ചിൻ ഫൗണ്ടേഷൻ. അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ക്രാങ്കേഴ്സിൽ പശയൊന്നും വരത്തില്ല, ക്രാങ്കേഴ്സ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പശ പാക്കിംഗ് വരത്തില്ല, പശയെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. ക്യാം ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. നമ്മളിപ്പോൾ ലോക്ക് ചെയ്യും, ടൈമിംഗ് ലോക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യും. അങ്ങനെ സിയാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൈമിംഗ് ചെയിൻ എല്ലാം മാറി, അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് വർക്കും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ EGR ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. EGRൻ്റെ ഹോസ് ക്ലിപ്പ്, സർവീസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. ഇതോ കാണുന്ന ഡീസൽ ഫിൽറ്ററാണ്, അതിനകത്താണ് വരുന്നത്. പിന്നെ ഗിയർ ബോക്സ് ഓയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ചെയിൻ്റെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തു, ബെൽറ്റും ചേഞ്ച് ചെയ്തു. ബെൽറ്റെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. തലേദിവസം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നല്ല രീതിക്ക് പശ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്രാങ്കേഴ്സിൽ വരുന്ന പശ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഇപ്പോൾ ഒഴിക്കും. ഓയിൽ ഒഴിച്ച് കൂളൻ്റ് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഡീസൽ നമുക്ക് ലോഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു വാഹനം ഡീസൽ ഫിൽറ്റർ മാറിയതിന് ശേഷം ഡീസൽ ലോഡ് ചെയ്ത് എഞ്ചിനിലോട്ട് കൊടുക്കണം. അപ്പോൾ ടാങ്കിനകത്തൊരു പമ്പുണ്ട്. ഈ പമ്പ് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഡീസൽ പമ്പ് ചെയ്ത് എഞ്ചിനിലോട്ട് എത്തിക്കും. അപ്പോൾ എത്തിച്ചാൽ മാത്രമേ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഡീസൽ ഫിൽറ്ററിനകത്ത് ഈ ഡീസൽ നിറയണം. അതെല്ലാം നിറച്ച് നമ്മളിപ്പോൾ എല്ലാ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡീസൽ ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഓയിലിലേക്ക് അണഞ്ഞിട്ടുണ്ട്. നല്ല സ്മൂത്ത് സൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ചെയിൻ ലൂസായി ഒരു ഭയങ്കര കിലിക്ക് വരുന്നു. കിലിക്കലാന്ന് പറഞ്ഞ് കിലിക്കവും അതുപോലെ തന്നെ അതിൻ്റെ ഗൈഡ് പൊട്ടിയുള്ള സൗണ്ടും ആയിരുന്നു. അപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട്. ഏകദേശം ഒരു 50,000 രൂപ ലാഭിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിംഗ് ചെയിൻ പൊട്ടി അടിച്ച് ഈ ഒരു എഞ്ചിനിൽ പണി കിട്ടിയേനെ, വാൽവൊക്കെ പൊട്ടി എഞ്ചിൻ പണി ആയേനെ, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ എത്തിച്ചു. അപ്പോൾ ഇതാണ് കാര്യം. ഇനി ഇതിൽ ചെറിയ വർക്കുണ്ട്. നമ്മൾ ടൈമിംഗ് ചെയിൻ്റെ വീഡിയോ കഴിഞ്ഞു. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ആയിട്ട് നമുക്ക് ഇതിൻ്റെ ടർബോയുടെ ആക്ച്വേറ്റർ നമ്മൾ ഇളക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡൈഫ്രം എന്ന് വെച്ചാൽ എയർ വലിക്കുന്ന ഡൈഫ്രം നമ്മൾ ഇളക്കിയിട്ടിരിക്കുകയാണ്. ഈ ഒരു VGT ടർബോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പറയാം, വീഡിയോയെക്കുറിച്ച് തന്നെ പറയാൻ തരിക. പാർട്ട് 2 ഈ VGT ടർബോ വർക്ക് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ആക്ച്വേറ്റർ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഇതായി കാണുന്ന ഈ ഒരു ആക്ച്വേറ്റർ ഉണ്ട്, ഒരു ലിവർ. ആ ലിവർ എയർ വലിക്കുമ്പോൾ ഒരു ഡൈഫ്രം വെച്ച് എയറിനെ വലിച്ച് VGT വേരിയബിൾ ജോമെട്രി ഓപ്പൺ ആക്കി കൊടുക്കും. അത് ഈ ഒരു വാഹനത്തിന് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ടർബോ വർക്ക് ചെയ്തതിന് ഈ ഒരു വാഹനം വന്നത് നമ്മൾ സെൻസർ ചെക്ക് ചെയ്തപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടർബോ ഒന്ന് ഇളക്കി നോക്കി എന്താണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് എൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ടൈമിംഗ് ചെയിനെല്ലാം മാറി നമ്മളിപ്പോൾ റാമ്പിലിട്ടാണ് ഈ ഒരു വാഹനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാമ്പിൽ നിന്ന് മാറി ഈ ഒരു വാഹനം അപ്പുറത്തെ സൈഡിലിട്ട് ബമ്പറൊക്കെ ഇളക്കി ഇതിൻ്റെ ടർബോ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ സമാധാനത്തിൽ ചെയ്യേണ്ട വീഡിയോ ആണ്, വർക്കുമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിക്സ് വന്നിട്ടുണ്ട് ടൈമിംഗ് ചെയിൻ മാറ്റാനായിട്ട് വിളിച്ച് ബുക്ക് ചെയ്ത്. അപ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് ഈ റാമ്പിലിട്ട് ചെയ്യണം. ഇത് ഒരാൾ ടർബോ ഇളക്കും, എന്താണെന്ന് നോക്കും. ഇതിൻ്റെ വർക്ക് ടൈമിംഗ് ചെയിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ കൊടുത്തിരിക്കാം, അതിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, ബൈ, സീ യു.